ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീട്ടിൽ മാങ്ങ മരമുണ്ട്, മാവുണ്ട്. നമ്മൾ മാങ്ങ വലുതായെന്ന് നോക്കാൻ വേണ്ടി പോവാം. വലുതായെങ്കിൽ ഞാൻ പറിക്കും. വലുതാണ്ടൊരു മാങ്ങ താഴെ വീണ് കിടക്കുന്നു. ഈ മാങ്ങ ചിലതൊക്കെ ആണെങ്കിൽ അടർന്ന് വീഴും. പെരമണ്ടയിൽ കയറിയിട്ട് പോയി. നമുക്ക് പെരമണ്ടയിൽ സിമ്പിളായിട്ട് മാങ്ങ പറിക്കാൻ പറ്റും കേട്ടോ. ചിലതൊക്കെ മണ്ടേ കാണും, ചിലതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പം അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഇതാക്കാം. അത് നേരത്തെ ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ വന്ന് നോക്കിയപ്പം അങ്ങ് വലുതായില്ലായിരുന്നു. ഇപ്പം നോക്കുക, ചിലതൊക്കെ വലുതായി. കാണിച്ചു തരാം, ബാക്ക് ക്യാമറ എടുത്തിട്ട് കാണിച്ചു തരാം. ഗൈസ് കണ്ടില്ലേ, അവിടെ ഒരു മാങ്ങ നിൽപ്പുണ്ട്. പിന്നെതാ ഇവിടെ ഒരു മാങ്ങ നിൽപ്പുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ദാണ്ടേ അങ്ങൊരു മാങ്ങ നിൽപ്പുണ്ട്. പിന്നെ ദാണ്ടേ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, അങ്ങ് അവിടെ ഇടയ്ക്കൊരു മാങ്ങ നിൽപ്പുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് മാങ്ങയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെയാണ് കേട്ടോ മാങ്ങ. ഈ ചിലതൊക്കെ ഉണ്ടല്ലോ, നേരത്തെ ഒന്ന് നോക്കിക്കാട്ടും മാങ്ങ കുറഞ്ഞു. ഈ വർഷം അങ്ങനെ മാങ്ങയില്ല. പിന്നെ ആണെങ്കിലും മാങ്ങ അടന്നടന്ന് പന്നലായി താഴോട്ട് വീണ് കിടക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വട്ടം അങ്ങനെ മാങ്ങ കിട്ടിയിട്ടില്ല. 2-3 മാങ്ങ നമ്മൾ നേരത്തെ നോയമ്പിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് വലിയ മാങ്ങ കിട്ടിയായിരുന്നു. അതിന് ഒരു മാങ്ങ ഞാൻ ഉപ്പിലിട്ടായിരുന്നു. പിന്നെ ഒരു മാങ്ങ പഴുപ്പിക്കാൻ വെച്ച്, പഴുത്ത് വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു മാങ്ങ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ, ഞാൻ എവിടെയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഞങ്ങളിവിടെ നേരെ നോക്കി പാറ കാണാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ഇവിടുത്തെ നമുക്ക് പാറ കാണാൻ പറ്റും. ഇത് 1-ാം പാറയാണ്, അത് 2-ാം പാറ, പിന്നെ അപ്പുറത്താണ് 3-ാം പാറ. നമുക്ക് ഇത് നല്ല കൃത്യമായിട്ടും കാണാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ നല്ല കാറ്റാണ്. നമ്മൾ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കയറി പോകാനുണ്ട്, പക്ഷെ നല്ല കാറ്റാണ് അവിടെ. നിങ്ങൾക്ക് ആ ഒരു ഫ്ലാഗ് കണ്ടോ? ഫ്ലാഗ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ എപ്പം പോയാലും നല്ല കാറ്റാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് നേരെ താണ്ടി ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നേരെ നോക്കുമ്പോൾ പാറ കാണാൻ പറ്റും. ഇനി നമുക്ക് അവിടെ സൺസെറ്റല്ലല്ലോ, ഇങ്ങനെ നമ്മുടെ ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ, സൂര്യൻ്റെ ഇതൊക്കെ. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇവിടുന്ന് നമുക്ക് സൂര്യൻ, ഇവിടെ പാറ, ഇവിടെ നമ്മുടെ വീട്. അങ്ങനെ ആണ്, നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരം കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം, നല്ലതാണ്. പിന്നെ ഇവിടെ ഈ ഒരു വഴി ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ മാവ്. ചെറിയ മാങ്ങാണ്, അധികം വലിയൊന്നുമല്ല, പക്ഷേ നല്ലതാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മാങ്ങ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇപ്പം മാങ്ങ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ മാങ്ങ. അതുകൊണ്ട് ഈ തുമ്പത്ത് കണ്ടില്ലേ, ഈ തുമ്പത്ത് മാങ്ങ ഉണ്ടായിരുന്നു, നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ മാങ്ങ ഉണ്ടായിരുന്നു, അത് പറിച്ച്. ഇതാണ്ട് ഇവിടെ അവിടെ ഒരു മാങ്ങ നിൽപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാങ്ങയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഉണ്ടോ, ഇവിടെ ഒന്ന് പന്നലായി കിടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ ടോട്ടൽ കണ്ടില്ലേ. അപ്പം ഇതൊക്കെയാണ് മാവ്. ഇതിൻ്റെ ഇവിടുന്ന ആണ് ആ മാവ്. നമ്മുടെ പെരമണ്ട ഇവിടാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം മുറിക്കാൻ സമയമൊന്നും ആയിട്ടില്ല, 4 മണി ആയതേ ഉള്ളൂ. പക്ഷെ നമ്മൾ കട്ട്ലൈറ്റും സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, വറുത്തുകൊണ്ടിരിക്കുവാണ്. കാരണം ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട്, എൻ്റെ മാമിയും എൻ്റെ കസിനൊക്കെ വന്നിട്ടുണ്ട്. അവർ കൂടി ആക്കണമല്ലോ, അപ്പം കുറച്ച് നേരത്തെ ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയൊക്കെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് കാണിക്കാം. ഇത് കണ്ടില്ല, ഇത് ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു പൂവാണ്. ഇവിടെ ഒരു ചെടിയുണ്ട്. അങ്ങനെ വലുതായിട്ട് കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല. ഇത് പേരക്കയാണ്, ഇതൊരു ചുമന്ന പേരക്കേൻ്റെയാണ്. ഇത് വെണ്ടയ്ക്കയുടെയാണെന്ന് തോന്നുന്നു. ഇത് വേറെ ഒരു പൂ പിടിക്കുന്ന ചെടിയാണ്, പൂവൊന്നും ഇപ്പം ഇല്ല. പിന്നെ പപ്പായ ഉണ്ട്, 2 പപ്പായ ഉണ്ട് കേട്ടോ. അതിൽ ചെറുത് ആയി കിടക്കുന്ന 3 പപ്പായ ഉണ്ട്. 1, 2, 3 3 ഉണ്ട്. പിന്നെ ഇത് കറിവേപ്പില ഇപ്പം ഇവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മുളക്, പിന്നെ ഇത് മഞ്ഞളായിരുന്നു,
പിന്നെ ഇവിടെ ഇഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പോയി. ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ നട്ട് വെച്ചിട്ടും അതങ്ങനെ വളർന്നില്ല. പിന്നെ എന്താണ്ട് ഇവിടെ അതേ കണക്കത്തെ ഒരു ചെടിയാണ്. ഇതൊരു ചീരയാണ് കേട്ടോ. ഇത് ഒരു ടൈപ്പ് ചീരയാണ്, കറിയൊക്കെ വെക്കാൻ, തോരനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചീരയാണ്. ഇതും ഒരു ചെടിയാണ് കേട്ടോ. ഇതിപ്പം ഉണക്കായതുകൊണ്ടാണ് അങ്ങനെ ഇതാക്കാല്ല, നല്ല ഫുൾ നിറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണിത്. ഇനിയിപ്പം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. എൻ്റെ കൈ നിങ്ങൾ കണ്ടില്ലേ, കട്ട്ലേറ്റൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട്. കട്ട്ലേറ്റ് ചിലതൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്, ചിലതൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കപ്സയാണ്, അപ്പോൾ കപ്സയുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങിയത് ഞാൻ കാണിച്ചെന്താ വെച്ചാൽ അത് നമ്മൾ ബജ്ജിക്ക് വേണ്ടി, മുട്ട ബജ്ജിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് മുട്ട ബജ്ജി, കട്ട്ലേറ്റ്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഷമാം ജ്യൂസ്, നാരങ്ങാവെള്ളം, അതൊക്കെയാണ്. അപ്പം ഇനി നോമ്പ് മുറിക്കാൻ നേരത്തെ എല്ലാം കൂടി ടേബിൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ല